ആ മെത്രാന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റ് കൊണ്ട സമയം കഴിഞ്ഞു പോയതാ. അതായത് ഇങ്ങനൊരു ഏപ്പടത്തിലോ എന്തോ വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അഗെയിൻ ബാക്ക് വിത്ത് രേണുസുതീസ് കോണ്ടന്റ്. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട സമയത്ത് ആ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. രേണുസുതിക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാലോ എന്നുള്ളൊരു സാധനം. ഞാനും ശരിക്കും പറഞ്ഞാൽ അതാണ് ആഗ്രഹിച്ചത്. രേണുസുതിന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത്. പക്ഷെ രേണു ചേച്ചി നോ, എന്നെ ചെയ്യൂ, എന്നെ പറയൂ, എൻ്റെ കോണ്ടന്റ് എടുക്കൂ, ഞാനാണ് വേണ്ടത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ എന്നെ പറ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. ഞാനിപ്പോൾ രേണുസുതിൻ്റെ ഇന്നലെ ഒരു കോണ്ടന്റ് ഇട്ടു, മെഞ്ഞാന്നൊരു കോണ്ടന്റ് ഇട്ടു, ഇന്നൊരു കോണ്ടന്റ് ഇട്ടു എന്ന് കരുതുക. ഇന്ന് ഞാൻ വേറെയും കോണ്ടന്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ 3 ദിവസവും ഞാൻ ഒരേ വീഡിയോ ആണോ ഇടുന്നത്? ഒന്ന് നിങ്ങൾ പറഞ്ഞേ. അല്ല, 3 ദിവസവും ഞാൻ 3 സെറ്റ് ഓഫ് വീഡിയോ ആണ് ഇടുന്നത്. ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് എല്ലാം ഇന്നത്തെ വീഡിയോ മാത്രമാണ്. അല്ലാണ്ട് ഞാൻ ഏതോ ദിവസത്തെ വീഡിയോ എടുത്തുകൊണ്ട് കട്ട് ചെയ്ത് ക്ലിപ്പാക്കി കൊണ്ടുവരുന്ന പരിപാടിയല്ല. അപ്പം ഈ ഒരു സാധനമൊക്കെ ഞാൻ ഈ ഇറക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ രേണു ചേച്ചിൻ്റെ പേജിൽ ഈ ഒരു സാധനം ഇറക്കുന്നതുകൊണ്ടാണ്. ഇപ്പം രേണു ചേച്ചിൻ്റെ കണ്ടന്റുകൾ നമുക്ക് ഇട്ട് തരുന്ന സമയത്ത് ആ കണ്ടന്റുകൾ നമ്മൾ എടുക്കുന്നത് തെറ്റാണോ എന്ന് പറഞ്ഞേ. സോ അത്രയും. ആൻഡ് വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചോദിക്കും, നിനക്കൊന്നും വേറെ പണിയില്ലേ? ചോദിക്കുന്ന ആൾക്കാരുടെ വീണ്ടും പറയണം, എനിക്ക് വേറെ പണിയുണ്ട്. ഞാനൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ആ പണീൻ്റെ കൂടെയുള്ള അടുത്തൊരു പണിയാണ് യൂട്യൂബ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് രേണുസുതിയുടെ അക്കൗണ്ടിൽ, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇന്നിട്ടുള്ള സ്റ്റോറിയാണ്. ഞാൻ സൈഡിൽ കൊടുക്കാം. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാൾ വേണമെന്ന് തോന്നി തുടങ്ങി. ഒരു കൂട്ട് വേണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നു. ഒരു ലവ്, ഒരു തീയ്, ഒരു ചിരി. ഇപ്പോൾ കുറച്ച് പേര് ചോദിക്കും, നിനക്കൊക്കെ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? കാരണം ഒരുപാട് ഫാൻസ് രേണുസുതിക്കുണ്ട്. പോസിറ്റീവായിട്ട് രേണുസുതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, രേണുസുതിനെ വിശ്വസിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്കൊന്നുമില്ല. രേണുസുതിൻ്റെ ലൈഫിൽ രേണുസുതിക്ക് ഒരു പാർട്ട്ണറിനെ വേണമെന്ന് തോന്നുന്ന സമയത്ത് രേണുസുതിക്ക് കല്യാണം കഴിക്കാം. ഞാൻ ഇന്നേ വരെ അതിനൊരു കുറ്റമായി പറഞ്ഞിട്ടില്ല. രേണുസുതിയുടെ ഈ സ്റ്റോറി ഞാൻ എടുത്തു വെച്ച് ഇവിടെ സംസാരിക്കുന്നതും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. ഇതൊരു ഫേക്ക് ഡ്രാമയോ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റോ ആവരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രേണുസുതിക്ക് ഒരു കൂട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് രേണുസുതി വേഗം തന്നെ ഒരാളെ കല്യാണം കഴിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു പാർട്ട്ണറൊക്കെ ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രേണുസുതി കുറച്ചൊന്ന് അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിതം മുന്നോട്ടങ്ങ് പോകും. കമ്മിറ്റ്മെൻ്റായി, ഉത്തരവാദിത്തമായി, റെസ്പോൺസിബിലിറ്റിയായി, അങ്ങനെ എല്ലാം ഒന്നാണല്ലോ. അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളൂ. അല്ലാണ്ട് രേണുസുതി ഈ സുധീനെ കല്യാണം കഴിച്ച് സുധി മരിച്ചതിന് ശേഷം രേണുസുതി വേറെ കല്യാണം കഴിക്കരുത്, സുധീനെ മാത്രം ആലോചിച്ചിരിക്കണം, എന്താ വേറെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം, അതുപോലെ ഇരിക്കണം, ഇതൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. രേണുസുതിയുടെ ലൈഫാണ്. ആൾക്ക് പാർട്ട്ണർ വേണം എന്ന് തോന്നുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ, ജീവിക്കാം, അടിപൊളിയായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ആർക്കും അതിനൊരു പരാതിയില്ല. പക്ഷേ ഇതൊരു കണ്ടന്റ് ആയിട്ട് ഇടുന്നതും കണ്ടന്റിന് വേണ്ടി പല മീഡിയക്കാരുടെ മുമ്പിലും പലതും പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നമാവുന്നത്. പല ആൾക്കാർക്കും രേണുസുതി പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രേണുസുതി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സി അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, റീച്ചിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അതിന് അഗെയിൻസ്റ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് രേണു കല്യാണം കഴിക്കുന്നത് നമുക്കൊരു പരാതിയില്ല. ഹോപ്പ്ഫുള്ളി വേഗം കല്യാണം കഴിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രേണുവിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വന്നിട്ടുള്ള ഒരു സാധനമുണ്ട്, അതൊന്നും ആദ്യം കാണാം. വ്ളോഗേഴ്സിന് മുഴുവനായിട്ട് വേണ്ടിയുള്ള ഒരു സാധനമാണ്. എന്തായാലും സൈഡിൽ നിന്ന് എനിക്കും കൂടെ കേൾക്കാം. വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും, എന്താ പറയുക, സിനിമ, അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ ഇതിന് പോകത്തില്ല, പഴയ റീലിനും ആൽബത്തിനും ഒന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊണ്ട് താ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഓക്കെ, അപ്പം
വെറുതെ ഇട്ട് വായിട്ട് അലക്കല്ലേ എന്തെങ്കിലുമൊക്കെ. ഞാൻ ഈ ഒരു സാധനം എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാനുള്ളതിന്റെ റീസൺ, രേണുസുധിയുടെ ടോപ്പിക് റിയാക്ട് ചെയ്യുന്ന ഒരു വ്ളോഗർ ഞാനാണ്. പക്ഷേ ഇവിടെ വ്ളോഗേഴ്സിൽ ഒരാൾ ഞാനാണ്. ഓക്കെ, പക്ഷെ ഇവിടെ രേണു ഉദ്ദേശിച്ച ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. രേണു വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്ന് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. രേണു ഇവിടെ പറയുന്നത് രേണുവിൻ്റെ അടുത്ത് ഏതൊക്കെയോ വ്ളോഗേഴ്സ് എന്തോ വീണ്ടും ഷോർട്ട് ഫിലിമിലോട്ട് അഭിനയിക്കുന്നുണ്ട്. അതിന് ആരാ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തോട്ട് വന്നത് തന്നെ ഈ റീൽസ് കൂടിയാണ്. റീൽസ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം, ആൽബം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് രേണുസുധി ഫേമസ് ആയത്. അതിനുശേഷം കോൺട്രവേഴ്സി, വീട്, അത് ഇത്, ബിഗ് ബോസ് ഇറങ്ങിയാലും ഓഫ് കോഴ്സ് രേണുസുധി ആക്ടിങ് ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡിലോട്ടോ തന്നെയാണ് പോവുക. അതിനൊന്നും ഇവിടെ ആരും ഒരു പരാതിയോ വരുമോ പറയില്ല. ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പറഞ്ഞ ആൾക്കാർക്കുള്ള മറുപടിയാണ്. എന്നാലും റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോക്കാർക്ക് മുഴുവനായിട്ട് രേണുസുധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്റർനാഷണൽ ട്രിപ്പും ഇന്റർനാഷണൽ ആഡ് ഷൂട്ടും തരാൻ. രേണു എവിടെയാണ് ഇന്റർനാഷണൽ ആഡ് ഷൂട്ട് മേ ബി UAE പോയി ചെയ്ത ഷൂട്ടായിരിക്കും അല്ലേ, ആ ഒരു എന്താണ് ഫാമിലി ബാറിന്റെ ഒരു സാധനം. ഓഫ് കോഴ്സ് രേണുസുധിക്ക് കൊളാബ്സ് കണ്ടുപിടിക്കലല്ല നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ പരിപാടി, അല്ലെ രേണുസുധിക്ക് ഷൂട്ട് ചെയ്യലല്ല. ആൻഡ് സെക്കൻഡ് തിങ്, രേണുസുധിക്ക് പൈസ എത്തിക്കലല്ല നമ്മളുടെ പരിപാടി. രേണുസുധിനോട് വീട്ടിലിരിക്കാൻ പറയുന്ന ആൾക്കാരോട് മേ ബി ആ കാര്യങ്ങൾ പറയും. ആൻഡ് ഇവിടെ എൻ്റെ ഒരു അറിവ് പ്രകാരം ഞാൻ കാണുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാൾ പോലും രേണുസുധിനോട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം എന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ അനാവശ്യമായ കോൺട്രവേഴ്സീസ്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, വേണ്ടാത്ത രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുക, ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്ന് രേണുസുധി സ്റ്റോപ്പ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും ഒരാളും എവിടെയും രേണുസുധിയായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് രേണു ഈ സാധനം പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയില്ല. ആൻഡ് നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ എല്ലാവരോടും പറയുന്ന, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു പൈസ ഉണ്ടെങ്കിൽ, നമ്മളൊരു ഏർണിംഗ് ഉള്ള ആളാണെങ്കിൽ, അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, നമ്മളുടെ ലൈഫിൽ തരുന്ന ഒരു ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമ്മൾ പൈസ ഉണ്ടാക്കണം. ഇപ്പം രേണു ഷോർട്ട് ഫിലിം കൂടിയോ അല്ലെങ്കിൽ ആൽബത്ത് കൂടിയോ ഒക്കെ അഭിനയിച്ചിട്ട് പൈസ ഉണ്ടായിക്കോളൂ, അതിനൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു നന്ദിയില്ലാത്ത രീതിയിൽ പല കാര്യങ്ങൾ കാണിക്കുന്നതിനോട് മാത്രമേ നമുക്ക് എഗെയിൻസ്റ്റ് അഭിപ്രായമുള്ളൂ. ആൻഡ് രേണു തന്നെ, രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഇപ്പം രേണുവിന് എഗെയിൻസ്റ്റ് നിന്നു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കേൾപ്പിച്ചു തരാം. നമ്മൾ ആരെ നേരിട്ട് ദ്രോഹിക്കാൻ പോകുന്നില്ല ചേട്ടാ. നമുക്കിട്ട് ദ്രോഹിച്ചിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പേര്, ഞാൻ കൂടെ നിന്നിട്ട് തിരിഞ്ഞു പോയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. പുതിയതായിട്ട് വന്ന കുറെ പേരുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല, അവർക്ക് ലേണ്ടൊക്കെ ഉണ്ട്. അവര് ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാണ്? ഞാൻ ഓടുവന്ന് ഇനി ഇതിൽ കൂടുതൽ ഒന്നുമില്ല എനിക്ക്. അതാണ് ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ഓരോന്ന് പറയുന്നത്. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാനാണ്? ഞാൻ ഓടാണ്ട കാര്യമില്ലല്ലോ. രേണുവിന്റെ കൂടെ നിന്നിട്ടുള്ള പകുതി ആൾക്കാരും കുറച്ചു കാലം കഴിയുമ്പം രേണുവിന് വിട്ടുപോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, നിമിഷ ബിജോയ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ആള് ആദ്യം രേണുവിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് വന്ന ആളാണ്. പിന്നെ കംപ്ലീറ്റ്ലി രേണുവിന് അഗെയിൻസ്റ്റ് ആയി. പിന്നെ രേണുവിൻ്റെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരെന്താ, എനിക്ക് ആ കുട്ടിയുടെ പേര് കിട്ടുന്നില്ല, ഒരു പെൺകുട്ടിയുണ്ട്, ഈ മറ്റേ എന്താ പറയുക മീനൊക്കെ സെല്ല് ചെയ്ത് ഫേമസ് ആയിട്ടുള്ള, എനിക്ക് ആ കുട്ടിയുടെ പേര് കിട്ടുന്നില്ല, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആ കുട്ടിയും രേണുവിൻ്റെ കമ്പനി ആയിരുന്നു, രേണുവിനോട് തെറ്റിപ്പോയി. ഇപ്പം രേണുവിനോട് കമ്പനി വെച്ചിട്ടുള്ള പകുതി ആൾക്കാരും കുറച്ച് കഴിയുമ്പോൾ രേണുവിനോട് തെറ്റിപ്പോയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ആൻഡ് ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ ഒരാളുടെ വോയിസ് റെക്കോർഡ് അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ചാനലിൽ പുറത്തു വന്നിരുന്നു. അതിൽ വളരെ ക്ലിയർ ആയിട്ട് ആ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെ പറയുന്നുണ്ട്, റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഡയറക്റ്റ്ലി അങ്ങ് പറയല്ല, ഇൻഡയറക്ട്ലി പലതിൽ കൂടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അത് രേണുവിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. ആൻഡ് ഇതിൽ തന്നെ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ട്, പുറത്ത് വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഭയങ്കര വിശ്വസിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഹേദി സാദിയ രേണുസുധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്തൊരു സാധനം കണ്ടു.
അത് മുഴുവനായി കേട്ടിട്ട് എനിക്കത് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നത് രേണുസുതി തന്നെയാണ്. മലയാളികളുടെ വിധവാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ ഒരു വ്യക്തിയാണ് രേണുസുതി. ഒരു വിധവയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സി ആണെങ്കിൽ വിഷമിച്ച് മൂലയ്ക്ക് ഇരിക്കണം എന്നുള്ള സങ്കല്പത്തെ കംപ്ലീറ്റ്ലി പൊളിച്ചെഴുതി സ്വന്തം കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്ത് അതിജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടുകാരുടെ കാര്യം നോക്കണം. ആ ഒരു പേഴ്സൺ എത്താവുന്നതിന്റെ മാക്സിമം ആ വ്യക്തി എത്താൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു ഫയർ, ഒരു സ്ത്രീയുടെ ഉള്ളിലുള്ള ആ ഒരു തീ, അത് രേണുസുതിയിൽ കാണുന്നുണ്ട്. ഇപ്പം ഇത്രയധികം പുള്ളി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഐ തിങ്ക് രേണുസുതി കംപ്ലീറ്റ്ലി ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ എല്ലാ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്ത് ഒരിടത്തും വിസിബിൾ ആവാണ്ട് വീടിന്റെ മൂലയ്ക്ക് ഒരു വൈറ്റ് സാരി എടുത്ത് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിൽക്കേണ്ട മനുഷ്യന്മാരൊക്കെ ഹാപ്പി ആയിരിക്കുമോ? ഏകദേശം 1 മിനിറ്റ് എബവ് ഉള്ള ഒരു റിയാക്ഷനാണ്. ഞാൻ ആളുടെ ഷോർട്സ് ആണ്, ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേജ് നോക്കാം, ഹേദി സാദിയ എന്നാണ്. ഞാൻ ആളുടെ ചാനൽ സബ്സ്ക്രൈബറാണ്, ഞാൻ ആളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ആൻഡ് ഞാൻ ഒരു തവണ ആളെ മീറ്റും ചെയ്തിട്ടുണ്ട്. മീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നല്ല, ഞാനിങ്ങനെ ദൂരത്തുനിന്ന് കണ്ടിട്ടുള്ള ഒരു ട്രാൻസ് വുമൺ ആണ്. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ട്രാൻസ് വുമൺ സോ ബ്യൂട്ടി എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാലങ്ങളായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹേദി സാദിയ. വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഹേദി സാദിയ പറഞ്ഞ ഈ ഒരു സാധനത്തിനോട് 1% പോലും ഞാൻ യോജിക്കുന്നില്ല ഇൻ ദ സെൻസ് രേണുസുതി ഫയറാണ്, കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുന്ന സാധനമൊന്നുമല്ല. ഇവിടെ പറഞ്ഞൊരു സാധനമുണ്ട്, രേണുസുതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് ഒരു റൂമിൻ്റെ ഉള്ളിൽ വെള്ള സാരി ഉടുത്തിരുന്നാൽ എല്ലാവർക്കും സന്തോഷമാവും. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെപ്പോലെയുള്ള ഒരു യൂട്യൂബേഴ്സും, ഇനി അവരെ എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ ലൈഫിൽ എന്നും ഹാപ്പി ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഈവൻ മോട്ടിവേഷൻ കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു കൗൺസിലർ കൂടിയായ വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും ഒരു വ്യക്തി ആ രീതിയിൽ ലൈഫ് ഡീൽ ചെയ്യണം എന്ന് ആരും പറയുന്നില്ല. ആൻഡ് നമ്മളുടെ മലയാളികളുടെ വിധവാ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ വെള്ള സാരി കൊടുത്ത് നിൽക്കുന്ന ഒന്നുമല്ല. അതൊക്കെ എത്രയോ കൊല്ലം മുമ്പുള്ളതാണ് ഹേദിയ. അതൊക്കെ തീർന്ന് ആ ഒരു കോൺസെപ്റ്റേ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയെ തീർന്നിട്ടുണ്ട്. ഇന്ന് ആരും അങ്ങനെയൊന്നും കാണുന്നില്ല. ഇന്ന് കല്യാണം കഴിക്കുന്നു, അത് ഡിവോഴ്സ് ആവുന്നു, വീണ്ടും ലൈഫ് ബിൽഡപ്പ് ചെയ്ത് വരുന്നു. എത്രയോ സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡീസ് ഉണ്ട് ഈ ഡിവോഴ്സിന് ശേഷം ലൈഫ് റീബിൽഡ് ചെയ്തിട്ടുള്ള. എത്രയോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രനേഴ്സ് ഉണ്ട്. ഈവൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ സാധാ ഫീമെയിൽസ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും മെയിൽസ് ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും അല്ലടോ കോൺസെപ്റ്റ്, ഇതൊന്നും അല്ല. ലൈക്ക് ഇങ്ങനത്തെ ഡോണ്ട് ട്രൈ ടു സേ ഓൾ ദിസ് കൈൻഡ് ഓഫ് റബ്ബിഷ് തിങ്. യു ക്യാൻ സപ്പോർട്ട് ഹെർ, അതൊക്കെ ഹേദി സാദിയയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഓഡിയോകളുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ പേജിൽ വന്നു. അത് രേണുസുതിയുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും വിറ്റുപോകുന്നില്ല, കാരണം ഏപ്പടം നായിക രേണുസുതി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഓഡിയോയും കൂടെ കേട്ടിട്ട് നമുക്ക് വേഗം ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. ആ മെത്രാൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റുകൊണ്ട സമയം കഴിഞ്ഞു പോയതാണ്. അതായത് ഇങ്ങനൊരു ഏപ്പടത്തിലോ എന്തൊക്കെ അഭിനയിക്കുന്നില്ല. ഇപ്പം കൊച്ചു പിള്ളേരൊക്കെയാണ് ഇപ്പം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഇങ്ങനെയുള്ള ഇത് കാണുന്നതുകൊണ്ട് എൻ്റെ ഒരു ബ്രദറാണ് സത്യം പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ വന്നത്. അവർ പറഞ്ഞ് ആ സ്ഥലം നമുക്ക് വേണ്ട. അതായത് നല്ലൊരു നമ്മളെവിടെ ജീവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുന്ന സ്ഥലം നല്ല ക്ലിയർ ആയിട്ടിരിക്കണമല്ലോ. അതായത് ഇങ്ങനൊരു സ്ഥലത്തോട് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്തുമാത്രം പൈസ മുടക്കി ആലോചിക്കണം. പൈസ മുടക്കി അത്രയും സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റുകൊണ്ട സമയം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എവിടെ അവിടെ നിന്ന് കോട്ടയം പോകാം, ചങ്ങനാശ്ശേരി പോകാം, തിരുവല്ല പോകാം, ഏതൊക്കെ സ്ഥലത്തോട്ട് പോകാം. നല്ല സെൻട്രിൽ കിടക്കുന്ന സ്ഥലമാണ്. അത് വിറ്റുപോകുന്ന സമയം കഴിഞ്ഞ് പോയതാണ്. പക്ഷേ ഇങ്ങനെ ഇപ്പം എല്ലാവരും പറഞ്ഞാൽ ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയോട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞത് അവിടെ ആ ഏരിയയിൽ നമുക്ക് വേണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവിടെ മൊത്തം ഈ സിനിമ സീരിയൽ അഭിനയിക്കാനും ഏപ്പടം അഭിനയിക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ് മൊത്തം. 1, 2, 3 ഓഡിയോസ് ഉണ്ട്. ഓഡിയോസ് ഫുള്ളൊന്നും പ്ലേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതൊക്കെ തന്നെയാണ് ആ ഓഡിയോയിൽ പറയുന്നത്. എന്നാലും ഞാൻ ഒരു കാര്യം ഓഡിയോയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞോട്ടെ. ഫസ്റ്റ് തിങ്, രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാനിവിടെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിനെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. കാരണം രേണുസുതി പടത്തിൽ അഭിനയിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ പടം ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ ദാസേട്ടൻ്റെ സീന് കണ്ടിട്ടായിരിക്കും പടം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതൊന്ന് മാറ്റി വെക്കുക. ആൻഡ് സെക്കൻഡ് തിങ്, രേണുസുതിയുടെ പടം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പടം രേണുസുതിയിൽ മാത്രമല്ല, അതല്ലാണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് പല പ്ലാറ്റ്ഫോമിൽ കൂടെ ഇതിൻ്റെ പലതും കാണാൻ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും രേണുവിനെ പറയേണ്ട, അതിപ്പോൾ ഒരു സൈഡിലോട്ട് മാറി കിടക്കട്ടെ. ഞാൻ ഇവിടെ പറയാൻ വന്ന ഒരൊറ്റ സാധനം, അച്ഛൻ്റെ കേസാണ്. അച്ഛൻ ഇവിടെ പെട്ടു.
ഇങ്ങനൊരു പ്രോപ്പർട്ടി അച്ഛന് സെയിലായി പോകുന്നില്ലെങ്കിൽ അവിടെ അച്ഛൻ പെട്ടു എന്നാണ് പറഞ്ഞത്. കാരണം രേണുവിന് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ അച്ഛൻ എന്ന നിലയിൽ കേൾക്കാൻ പറ്റുന്ന ഇതിലും അധികം അച്ഛൻ കേട്ട് ഇപ്പം സമാധാനത്തോടു കൂടി ആ മൂലയ്ക്ക് നിൽക്കാൻ. ഇപ്പോൾ ബാക്കി സ്ഥലം വിറ്റ് അവിടുന്ന് പോകാമെന്ന് കരുതിയാലും ആ സ്ഥലം പോലും രേണുവിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കണ്ടീഷൻ ഭയങ്കര ദയനീയതയാണ്. സ്ഥലം വാങ്ങാൻ പോകുന്നത് നിങ്ങളോട്, നിങ്ങളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ഥലം വാങ്ങി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് അവിടെ പോകാവുന്നതേ ഉള്ളൂ. ഇതൊരു ഇത്രമാത്രം റീസൺ ആക്കി എടുക്കേണ്ടതുണ്ടോ എന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓഡിയോ ഫുള്ള് വെക്കാത്തതെന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഒരു അലിഗേഷനോ അല്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ള ഒരു സാധനമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ഇറ്റ്സ് ബൈ.